ഞായറാഴ്ച ബംഗളൂരുവിൽ നടന്ന ദേശീയ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ 70 കിലോ സീനിയർ ഗ്രാൻഡ് മാസ്റ്റർ വിഭാഗത്തിൽ ഇരട്ട സ്വർണം നേടി വെള്ളിക്കുളങ്ങര സ്വദേശി പോൾദാസ് കിഴക്കെപ്പീടിക ചരിത്രം കുറിച്ചു. 63-ാം വയസ്സിലും കൈക്കരുത്തിൽ അജയനാണെന്ന് തെളിയിച്ച പോൾദാസ് തുടർച്ചയായ 16-ാം വർഷമാണ് പഞ്ചഗുസ്തിയിൽ ദേശീയ ചാമ്പ്യനായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. 70 കിലോ സീനിയർ ഗ്രാൻഡ് മാസ്റ്റർ വിഭാഗത്തിൽ ഇടതുകൈ വലതുകൈ മത്സരങ്ങളിൽ ചാമ്പ്യൻഷിപ്പ് നേടിയാണ് ഇരട്ട സ്വർണം കൈക്കലാക്കിയത്. ഈ വർഷം സെപ്റ്റംബർ 20 മുതൽ ജപ്പാനിൽ നടക്കുന്ന ലോക പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ സീനിയർ ഗ്രാൻഡ് മാസ്റ്റർ വിഭാഗത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കാൻ പോൾദാസ് തെരഞ്ഞെടുക്കപ്പെട്ടു. നേരത്തെ 3 തവണ ദേശീയ ചാമ്പ്യനായിട്ടുള്ള പോൾദാസ് 2019-ൽ ചൈനയിൽ നടന്ന ലോക പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തിട്ടുണ്ട്. ലോക തലത്തിലുള്ള മികച്ച 10 പഞ്ചഗുസ്തി താരങ്ങളിൽ ഒരാളായും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. 20 വയസ്സുള്ളപ്പോൾ മുതൽ പഞ്ചഗുസ്തി മത്സരങ്ങളിലും ശരീര സൗന്ദര്യ മത്സരങ്ങളിലും പങ്കെടുക്കുന്ന പോൾദാസ് പഞ്ചഗുസ്തിയിൽ നിരവധി തവണ ദേശീയ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയിട്ടുണ്ട്. ബോഡി ബിൽഡിംഗ് മത്സരങ്ങളിൽ മിസ്റ്റർ കേരളയായും മിസ്റ്റർ ഇന്ത്യയായും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള പോൾദാസ് 2024-ൽ അസമിലെ ദുലിയാജാനിൽ നടന്ന ദേശീയ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇരട്ട സ്വർണം കരസ്ഥമാക്കിയിരുന്നു. ആ വർഷം ഏതൻസിൽ നടന്ന ലോക പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും പങ്കെടുക്കാൻ സാധിച്ചില്ല. ഇത്തവണ ജപ്പാനിൽ നടക്കുന്ന അന്താരാഷ്ട്ര മത്സരവേദിയിലെത്തി ലോക ചാമ്പ്യൻ പട്ടം നേടിയെടുക്കണമെന്ന് ഉറച്ച തീരുമാനത്തിലാണ് പോൾദാസ്.